ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെയൊക്കെ ആ ഒരു ഡെവലപ്മെൻറ്റ്, ആ ഒരു അബാക്കസിൽ നിന്നും ഇവിടെ ഇലക്ട്രോണിക് കാൽക്കുലേറ്ററിൽ നിന്നിലോട്ടോ കമ്പ്യൂട്ടറിലോട്ടുള്ള ആ ഒരു ഒറിജിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. നമ്മുടെ ഇഗ്നൂൻ്റെ ബുക്കിലാണെങ്കിൽ തന്നെയും ഒരുപാട് പാരഗ്രാഫായിട്ട് ലെങ്തി ആയിട്ടാണ് നമ്മളുടെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ഷോർട്ടാക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ ആയിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഷോർട്ടാക്കിയിട്ടാണ് ഇപ്പം നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കിപ്പം ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ, അതായത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യകാലത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇപ്പം നമ്മൾ നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയുള്ളതാണ് പറയുന്നത്. അതായത് ഒരു 5 ജനറേഷൻ ഉണ്ട് ഇതിനിടയ്ക്ക്. അതിൽ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ 1940 മുതൽ 1956 വരെയാണത് ഉള്ളത്. അതായത് ആ ഒരു ടൈമിൽ യൂസ് ചെയ്തിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? വാക്യൂം ട്യൂബ്സ് ആണ്. അതായത് വാക്യൂം ട്യൂബ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ടൈമിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ക്യാരക്ടറൈസ് ചെയ്തേക്കുന്നത്. അത് പറയുമ്പോഴത്തേക്കും ഈ വാക്യൂം ട്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? വെരി ലാർജ് ആണ്. അപ്പം ഫസ്റ്റ് ടൈം എന്തായാലും നമ്മൾ സംഭവം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡൊക്കെ നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ജനറേഷനകത്ത് ഉപകാരിച്ചിടും. അപ്പോൾ അത് സ്ലോയാണ്, ഒരുപാട് സാധനങ്ങളൊക്കെ വേണം. വലുതാണെന്ന് പറയുമ്പോൾ തന്നെ അതെന്തായാലും കോസ്റ്റ്ലിയാണ്. അപ്പം നമുക്ക് വേറൊരു കാര്യം ചിന്തിക്കാം. നമ്മളുടെ ഒരു ഫോൺ തന്നെ നമ്മൾ കുറേ നേരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ആകുമ്പോൾ എന്തായാലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്കൊരു പോയിൻ്റ് കൂടെ ആഡ് ചെയ്യാം, ഹീറ്റ് ജനറേഷൻ കൂടുതലാണെന്നുള്ളത്. അതുപോലെ തന്നെ എന്തും ചെയ്യാം, നമുക്ക് ഇലക്ട്രിസിറ്റി കോസ്റ്റ് കൂടുതലാണെന്നുള്ളതും നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾക്ക് എന്തുകൂടെ വന്നിട്ടുണ്ട്? നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. സിസ്റ്റത്തിന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെഷീൻ ലാംഗ്വേജസ് ആണ് ആ ഒരു ടൈമിൽ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ENIAC, UNIVAC എന്ന് പറഞ്ഞിട്ട് 2 എക്സാമ്പിൾ കൂടെ നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ENIAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് കമ്പ്യൂട്ടർ ആണ് ENIAC എന്ന് പറയുന്നത്. അതൊരു ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ENIAC എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുമ്പോഴത്തേക്കും യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടേഴ്സ് ആണ്. അതൊരു ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ കമ്പ്യൂട്ടറാണ് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ പറ്റി പറയാൻ പറ്റുന്നത്. അപ്പം നമുക്കൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാതെ കുറച്ച് നമ്മളുടേതായ വേർഡ്സ് ആഡ് ചെയ്ത് നമുക്ക് കുറച്ച് കൂടുതൽ പോയിൻറ്റ്സ് ആയിട്ട് ഇത് എഴുതാൻ പറ്റും. ഇതെങ്ങനെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഇന്ന കാലഘട്ടത്തിലാണ്, അതായത് 1940 മുതൽ 1950 വരെയാണ്. പിന്നെ വാക്യൂം ട്യൂബ്സ് യൂസ് ചെയ്ത കാര്യം വലുതായിരുന്നു, അതൊരു പോയിൻ്റ് ആക്കാം. സ്ലോ ആയിരുന്നു, അത് അടുത്ത പോയിൻ്റ് ആക്കാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ്ലി ആണെന്നുള്ളത് അടുത്ത പോയിൻ്റ് ആക്കാം. പിന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊരു ഇതാക്കാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇലക്ട്രിസിറ്റി കൂടുതലായിരുന്നു എന്ന് എഴുതാം, ഭയങ്കര വലുതായിരുന്നു എന്ന് എഴുതാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സെക്കൻഡ് ജനറേഷനിലേക്ക് കടക്കാം. സെക്കൻഡ് ജനറേഷനിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ അതായത് ഫസ്റ്റ് ജനറേഷനിൽ വാക്യൂം ട്യൂബ്സ് ആണെങ്കിൽ സെക്കൻഡ് ജനറേഷനിലോട്ട് വരുമ്പോഴത്തേക്കും അതൊരു ട്രാൻസിസ്റ്റർ ബേസ്ഡ് സിസ്റ്റമായിട്ട് വന്നേക്കുക. അതായത് ഒരു സോളിഡ് സ്റ്റേറ്റ് കമ്പോണൻ്റ് ആണ് ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അതിനെ ആയിരിക്കും ഈ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 1956 മുതൽ 1963 വരെയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വന്നിട്ടുള്ള കാലഘട്ടം. അപ്പം അത് ഫാസ്റ്ററായി കുറച്ചും കൂടെ. അപ്പം മറ്റേത് വെച്ച് കമ്പയർ ചെയ്ത് എഴുതുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ.
കുറച്ചുകൂടെ ഫാസ്റ്ററായി, കുറച്ചുകൂടെ ചെറുതായി. അപ്പം ലെസ് ഹീറ്റായി, അപ്പം ഇലക്ട്രിസിറ്റി കുറച്ചും കൂടെ ഒന്ന് കുറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പം ഇവിടെ ഒരു IBM 1401 ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുക്കാം. CDC 1604 എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ കുറേ എക്സാമ്പിൾസ് നമുക്ക് നോട്ട്ബുക്കിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ കുറേ എക്സാമ്പിൾസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി ഈ ഒരു സെക്കൻഡ് ജനറേഷൻ ടൈമിലാണ് നമ്മുടെ CPU-ൻ്റെ കൺസെപ്റ്റ്, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ CPU-ൻ്റെ കൺസെപ്റ്റ് ഈ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, കൺസെപ്റ്റ് വരുന്നത്. സെക്കൻഡ് ജനറേഷനിലാണ് CPU-ൻ്റെ കൺസെപ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പോയിൻ്റ് ആഡ് ചെയ്യുവാണ്, കാരണം ഞാൻ സ്കിപ്പ് ചെയ്ത് പോയതാണ്. അപ്പം അതുകൂടെ ആഡ് ചെയ്തതാണ്. CPU-ൻ്റെ കൺസെപ്റ്റ് വരുന്നത്, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ കൺസെപ്റ്റ് സെക്കൻഡ് ജനറേഷനിലാണ് വരുന്നത്. ഇനി നമുക്ക് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു ടൈമിലാണ്. പിന്നെ സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞാൽ തേർഡ് ജനറേഷൻ 1964 മുതൽ 1971 വരെയാണ് തേർഡ് ജനറേഷൻ വരുന്നത്. അതായത് ഈ ട്രാൻസിസ്റ്റർ മാറ്റിയിട്ട്, അതായത് തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ റീപ്ലേസ്ഡ് 1 IC എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആലോചിക്കാമല്ലോ ആ ഒരു സൈസ് റെഡ്യൂസ് ചെയ്ത കാര്യം. IC എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, മോർ റിലയബിൾ, സ്മോളർ സൈസ്, ലെസ് കോസ്റ്റ്ലി, ലെസ് ഹീറ്റ്, അതൊക്കെ നമുക്ക് വീണ്ടും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് IBM 360 സീരീസാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പറയാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് മില്ലി സെക്കൻഡിലും നാനോ സെക്കൻഡ്സിലും ആയിട്ട് മാറി. മറ്റേതിൽ നിന്ന് സെക്കൻഡ് ജനറേഷനിൽ നിന്നും ഒക്കെ വന്നപ്പം ഈ ഒരു ജനറേഷനിലോട്ടുള്ള മാറ്റമാണ് പറയുന്നത്. IC എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, ഒരു ചിപ്പാണ്, ഒരു ഇലക്ട്രോണിക് ചിപ്പാണ്. പിന്നെ നമുക്കതിനകത്ത് വേറെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ തേർഡ് ജനറേഷൻ പറയുമ്പോൾ. ഇനി ഫോർത്ത് ജനറേഷൻ ആണ്. ഫോർത്ത് ജനറേഷനിലോട്ട് വരുമ്പോൾ, അതായത് 1971 മുതൽ പ്രസൻറ്റ് ഒരു ടൈം, അതായത് മൈക്രോ പ്രോസസ്സർ എന്ന് പറയും. ഈ മൈക്രോ പ്രോസസ്സർ ആ ഒരു ടൈം വരുമ്പോഴത്തേക്കും നമ്മളുടെ ICസിനെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ICസിനെ പകരമായിട്ട് നമുക്ക് മൈക്രോ പ്രോസസ്സർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ലാർജ് സ്കെയിൽ ഓഫ് ഇൻ്റഗ്രേഷൻ എന്നാണ് ഈ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിനെ പറയുന്ന മൈക്രോ പ്രോസസ്സർ. LSI സർക്യൂട്ട്സ് ബിൽഡ് ഓൺ എ സിംഗിൾ സിലിക്കൺ ചിപ്പ് കോൾഡ് മൈക്രോ പ്രോസസ്സേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ഒരു സിംഗിൾ ചിപ്പിൽ അരിത്തമെറ്റിക്, ലോജിക്കൽ ആൻഡ് കൺട്രോൾ ഫങ്ഷൻസ് എല്ലാം പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മളുടെ ഫോർത്ത് ജനറേഷനിലോട്ട് വരുമ്പം നമുക്ക് പറയാമെന്ന്. അപ്പോൾ എന്തായി, പോർട്ടബിളായി, വെരി ഫാസ്റ്റായി, പിന്നെ എന്താ ലെസ് കോസ്റ്റായി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റും. പിന്നെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സായിട്ട് യൂസ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. പിന്നെ ഞാനിവിടെ ഒന്നിൻ്റെയും മെമ്മറിയുടെ കാര്യം എടുത്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് മെമ്മറിയുടെ കാര്യം വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ. പിന്നെ മോണിറ്റർ വന്നത്, കീബോർഡ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നുള്ളത് ഫിഫ്ത്ത് ജനറേഷനാണ്. അത് നമുക്കറിയാം. കൂടുതലായിട്ടും വരുമ്പോഴത്തേക്കും ഫിഫ്ത്ത് ജനറേഷൻ ഇപ്പം നമ്മളിപ്പം വരുന്ന കാലഘട്ടങ്ങളിൽ AI ആണ് ഫിഫ്ത്ത് ജനറേഷനിലേക്ക് വരുന്നതും ഫ്യൂച്ചറിലും അത് തന്നെയാണ് വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, പാരലൽ പ്രോസസ്സിങ്ങും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ഒക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ മോഡേൺ AI സിസ്റ്റംസ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, അതൊക്കെയാണ് വരുന്നത്. AI-യെക്കുറിച്ച് ചോദിച്ചാലും അതിനെക്കുറിച്ച് കൂടുതൽ എല്ലാവർക്കും നല്ല ബോധേഡാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതിവിടെ ഞാനൊരു ചെറിയ ടേബിൾ കൊടുത്തിരിക്കുന്നതാണ്.
നമ്മളിതെല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ചുരുക്കി ഒരു ടേബിൾ വൈസ് ആക്കിയത്. ഇതുപോലെ തന്നെ നമ്മുടെ ഇഗ്നോൻ്റെ ടെക്സ്റ്റിലും ഒരു ടേബിൾ കിടപ്പുണ്ട്. നമുക്കതായാലും പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. കൂടുതൽ പാരഗ്രാഫിലോട്ട് പോയി ബോറടിക്കുന്നതിനേക്കാളും നല്ലത് എളുപ്പം നമുക്ക് ടേബിൾ പഠിക്കുന്നതായിരിക്കും. ചിലവർക്കിത് കാണുമ്പോൾ തന്നെ ഇത്രയും പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യും. പക്ഷേ ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ തവണ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.